നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. തുടക്കത്തിൽ തന്നെ അങ്ങ് പറയാം, നമ്മുടെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്തെ വാഴട്ടൂണം കൗൺസിൽ സുഗതൻ്റെ ജയിലിലെ ഭാവി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ BJP കൗൺസിലറായിട്ടുള്ള നഗരസഭയിലെ ഭാവി എന്താകുമെന്ന് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സുഗതന് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരമൊരുക്കി ഒരു കേസിൽ നെടുമങ്ങാട് കോടതി ജാമ്യം കൊടുത്തത്. അതെ, ഇന്ന് 13-ാം തീയതി വൈകുന്നേരം മുതൽ 14-ാം തീയതി രാത്രി വൈകുന്നേരം വരെ. പക്ഷേ കാപ്പ കേസിൽ അകത്തായതിനാൽ കാപ്പ കേസിൽ വിടുതൽ കിട്ടിയാൽ മാത്രമേ സുഗതന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. സുഗതന് പക്ഷേ ഹൈക്കോടതി ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ജയിലിനുള്ളിൽ, വെയ്യൂർ ജയിലിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാം, മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാം, അതിന് യാതൊരു നിയമ തടസ്സവുമില്ല. അത് പറയുന്നുണ്ട്, ബൈലയിൽ പറയുന്നുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ. അപ്പോൾ സുഗതന് ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന ഒരു ഒരു സോപ്പിട്ട ഒരു പുതിയൊരു ന്യായമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അത് വലിയൊരു ചതിയല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ ചതിയാണ്. അതായത് കേരളത്തിൽ ഈ UDFും LDFും ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. CPMകാര് സുഗതനെ കാപ്പ ചുമത്തി അകത്താക്കാൻ വേണ്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചു. CPMന്റെ ഭരണത്തിൽ, പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ അതിനു വേണ്ടുന്ന എല്ലാം ചെയ്തു വെച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരം UDFന് കിട്ടിയെങ്കിലും സർക്കാരുകൾ തുടർച്ചയാണ്. അപ്പോൾ പോലീസ് നടപടി ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ സർക്കാർ മാറി, ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് രമേശ് ചെന്നിത്തലയുടെ കയ്യിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നടപടികൾ തുടരും അല്ലേ? അപ്പോൾ അതുകൊണ്ട് സുഗതനെ വീട്ടിൽ കയറി പാതിരാത്രി ആകാശത്തേക്ക് വെടിവെച്ച് പിടിച്ചോണ്ട് പോയി എന്ന് വെച്ചാൽ അത് തന്നെ ഒരു സൂചന കൊടുക്കുകയാണ്. സുഗതൻ ഒരു കൊടും ക്രിമിനലാണ്, പോലീസ് ബലം പ്രയോഗിച്ച് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു സുഗതനെ കീഴടക്കാൻ എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് പോലീസ്. അതിന് പോലീസിൻ്റെ പുറകിൽ കൃത്യമായി തിരക്കഥ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് CPM നേതാക്കളാണ്. പ്രത്യേകിച്ചും VK പ്രശാന്തിനെ പോലെയുള്ള മുൻ MLAമാർക്ക് സുഗതൻ ഒരു വലിയ തലവേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ സുഗതനെ രാഷ്ട്രീയ തലവേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ സുഗതനെ ഒതുക്കേണ്ടത് അവരുടെ ആവശ്യം കൂടിയായിരുന്നു. അതിന് രമേശ് ചെന്നിത്തലയുടെ പോലീസ് അടക്കം കൂട്ടുനിന്നു എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോലീസ് അവരുടെ നടപടികളുടെ തുടർച്ചയാണത്. അപ്പോൾ ഭരണം മാറി എന്ന് പറഞ്ഞവർ ആ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോവില്ല. ഇത് നേരത്തെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. ഇരിക്കട്ടെ, അതൊരു പക്ഷേ BJPക്കാരുടെ കൂടി പിഴവ് അതിനകത്തുണ്ട്. ഇത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി ഇത് തടയാൻ വേണ്ടുന്ന നടപടികൾ BJP എടുത്തില്ല. BJPക്ക് അത്രയ്ക്ക് ചിന്താശേഷിയുള്ള നേതാക്കൾ BJPയിൽ ഇല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതാണ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്കുള്ളിൽ നേതാക്കൾക്ക് ഫണ്ട് വെട്ടിക്കാനും തട്ടിക്കാനും ഒക്കെ സമയമുള്ളൂ. അവർക്ക് ഈ പറഞ്ഞതുപോലെ അവർക്കെതിരെ വരുന്ന രാഷ്ട്രീയ ആയുധങ്ങൾ, അവർക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, അതൊക്കെ മനസ്സിലാക്കി നമുക്കറിയാം 4.5 പതിറ്റാണ്ട് നീണ്ട ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചെടുത്തത്. ശ്രദ്ധിക്കണം, UDF അല്ല, BJPയാണ് പിടിച്ചെടുത്തത്. അത് ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിന് ഒരു സ്വതന്ത്രൻ പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്നത് കൊണ്ട് BJPക്ക് സമ്പൂർണ്ണമായും നഗരസഭാ ഭരണം കൈയാളാൻ പറ്റി. ഇപ്പോഴീ പറഞ്ഞല്ലോ, അവർ സമയത്തിനൊത്ത് പ്രതികരിച്ചില്ല. BJPയിലെ അവർ, ഈ BJPയിലെ അവർ ആരാണ്? ഞാനും അപ്പനും സുഭദ്രയും അല്ല, ഇവരെവിടെ ഇരിക്കുന്നത്? മാരാർജി ഭവനിൽ പാർട്ടി ആസ്ഥാനത്ത് ഇരുന്നുകൊണ്ട്. അപ്പം അവർ ചിന്തിച്ചില്ല. അതായത് അവർ ആലോചിക്കുന്നത് ഞങ്ങളുടെ കാര്യമല്ല ഇവിടെ സേഫാണ് പാർട്ടി ആസ്ഥാനത്ത്. അപ്പൊ പിന്നെ നഗരസഭയിൽ വെറും ഒരു കൗൺസിലറുടെ വിഷയത്തിൽ എന്തിനിടപെടണം? ഇതേ അനുഭവമാണ് ശാസ്താംകോട്ടം കൗൺസിലറായിരുന്ന മുൻ DGP R ശ്രീലേഖയ്ക്ക് ഉണ്ടായത്. അവർ രൂക്ഷമായ സൈബർ ആക്രമണത്തിന് ഇരയായപ്പോൾ ഈ അവർ BJPയിലെ അവർ എന്ത് ചെയ്തു? അവർ മൗനം പാലിച്ചു, അവിടെ ഇരുന്നതേ ഉള്ളൂ. കാരണം അവരെന്തായിരുന്നു അവരുടെ തിരക്ക്? ഈ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇലക്ഷൻ ഫണ്ട് അതെങ്ങനെ വീതം വെച്ചെടുക്കാം എന്നുള്ളതാണ്. തെളിവൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകും. അവർ ഇടപെടാത്തതിന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആഭ്യന്തര വകുപ്പ് വളരെ സുന്ദരമായിട്ട് കളിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഒക്കെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടതും MLA ആയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതും ഒക്കെ നമുക്കറിയാം. അവരുടെ പേരിൽ ഒരു കൊലക്കേസാണ് ഉള്ളത്, തീർച്ചയായിട്ടും ഫസൽ വധക്കേസാണ്. അപ്പോൾ ഫസൽ കൊലക്കേസ് പ്രതിയേർക്കപ്പെട്ട അരിയിൽ ഷുക്കൂർ കേസിലൊക്കെ പ്രതിയേർക്കപ്പെട്ട ഒരുപാട് CPM നേതാക്കളുണ്ട്.
ഇപ്പം തന്നെ CPM-ൻ്റെ ഈ പറഞ്ഞതുപോലെ പല നേതാക്കളും ചുമതലയിലുള്ളവർ ജയിച്ചു വന്നവരും ഒക്കെ ഇതുപോലെ കേസിൽ പ്രതികളായിട്ടുള്ള ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ജയിലിൽ കിടന്നും സത്യപ്രതിജ്ഞ ചെയ്യാം. ഒരു കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്, അവിടെ ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള അന്തരീക്ഷം സാഹചര്യം ജയിലിൽ ഒരുക്കിയാൽ മതി, സത്യപ്രതിജ്ഞ ചെയ്യാം. അങ്ങനെ സർക്കാർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ജയിലിൽ ഒരുക്കാം, സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കാരണം ഞങ്ങൾ ജനാധിപത്യവാദികളാണ്, ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ്. അതുകൊണ്ട് ജനങ്ങളുടെ മാൻഡേറ്റ്, ജനങ്ങളുടെ ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. സുഗതനെ അവിടെ വാഴോട്ട് പോണത് ജനങ്ങളാണ്, ആ വാർഡിൽ ജനങ്ങളാണ് ജയിപ്പിച്ചത്, അതിനെ ഞങ്ങൾ മാനിക്കുന്നു. കോടതിയും ചോദിച്ചതാണ്. തീർച്ചയായിട്ടും കോടതിയും ചോദിച്ചത് ജനവിധിയെ മാനിക്കണ്ടേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. അപ്പോൾ പക്ഷെ സുഗതന് ജാമ്യം കൊടുക്കരുത്, സുഗതന് ജാമ്യം കൊടുക്കരുത്, ഞങ്ങൾ അവിടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൗകര്യമൊരുക്കാം. അങ്ങനെ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കി സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്ത് പറഞ്ഞ കാലാവധിക്കുള്ളിൽ വീണ്ടും കൗൺസിലർ ആകുന്നു. പക്ഷേ ആ സുഗതൻ അല്ല, UDF സർക്കാരിന്റെ ഔദാര്യം എന്നുള്ളതല്ല, അവർ ഒരുക്കുന്ന ഒന്നാന്തര കെണിയാണത്. കാരണം അങ്ങനെ സുഗതൻ വീണ്ടും കൗൺസിലറായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 3 കൗൺസിലിൽ അടുപ്പിച്ച് പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ ഔട്ടാണ്. സുഗതന് 2 കൗൺസിൽ കഴിഞ്ഞു, ഇനി 3ാമതൊരു കൗൺസിലിൽ കൂടെ പങ്കെടുത്തില്ല എങ്കിൽ സുഗതൻ സ്വാഭാവികമായിട്ടും അയോഗ്യനാക്കപ്പെടും. 6 മാസത്തേക്ക് സുഗതൻ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല ആ നിയമത്തിൽ പറയുന്നത്. അല്ല, അതാണ് സുഗതൻ എങ്ങനെ വരും? അല്ല, ഈ കൗൺസിൽ തലസ്ഥാനത്തിന് പുറത്ത് എങ്ങനെ ചേരും? അങ്ങനെയല്ല രാജേഷ് ജി, ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയില്ല, ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ 3 കൗൺസിലിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് അവിടെ നിന്ന്, കാരണം ഈ പുള്ളി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. കോടതി വിധി വന്നു, കോടതി 1 മാസത്തിന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ജയിലിലായി പോയതുകൊണ്ട് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയില്ല. സുഗതന് ആർഗ്യൂ ചെയ്യാം, സുഗതന് പറയാം, എന്നെ സർക്കാർ പിടിച്ചകത്തിട്ടിരിക്കുകയാണ്, എനിക്ക് ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യാനാണ്, കോടതി എനിക്ക് ജാമ്യം തന്നുമില്ല, ഞാൻ എങ്ങനെ പോയി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് സുഗതന് ആർഗ്യൂ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ ആർഗ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇനി സുഗതന് പറയാം, ഞാൻ കാപ്പ കേസിലകത്തായിരുന്നു, എനിക്ക് അതുകൊണ്ട് കൗൺസിലിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ സത്യത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ്, രമേശ് ചെന്നിത്തലയുടെ പോലീസ്, രമേശ് ചെന്നിത്തല, VD സതീശൻ്റെ നിയമവകുപ്പ് എല്ലാം കൂടെ ചേർന്നൊരു കെണി, ഒരു ട്രാപ്പ് ഒരുക്കുകയാണ്. എന്താ? സുഗതനെ പെടുത്താൻ. സുഗതൻ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ കൗൺസിലിൽ പങ്കെടുക്കുന്നില്ല, സുഗതന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, സ്വാഭാവികമായിട്ട് സുഗതൻ ഔട്ടാവും. അതായത് നാളെ 14-ാം തീയതി വിയ്യൂർ ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് സുഗതൻ വീണ്ടും കൗൺസിലറാകും. നമ്മുടെ ആശാനാഥ് അടക്കം 19 പേർ, 18 പേർ അല്ലെ, 19 പേർ, 20 പേരിൽ 19 പേർ അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതുപോലെ സുഗതനും സത്യപ്രതിജ്ഞ ചെയ്യും. പക്ഷേ പലതരം സുഗതന് ആ കൗൺസിലിൽ പങ്കെടുക്കാൻ, ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കൗൺസിലിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഇടക്കാല ജാമ്യം കിട്ടിയാൽ സുഗതൻ വരുന്ന ദിവസം തന്നെ മേയർ VV രാജേഷ് ഒരു അടിയന്തര കൗൺസിൽ പെട്ടെന്ന് അങ്ങ് വിളിക്കും. സുഗതന് ജാമ്യം കിട്ടും എന്ന് ഉറപ്പായ. കാപ്പ കേസിൽ സുഗതനെ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. അല്ല, കാപ്പ കേസിൽ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്, പക്ഷെ കോടതി ഒരു ഇടക്കാല ജാമ്യം കൊടുക്കുകയാണ്. ഇയാൾ വന്ന് നെടുമങ്ങാട് കോടതി കൊടുത്തതുപോലെ സുഗതൻ വന്ന്, സുഗതൻ കൊലപാതകിയോ ഗുണ്ടാ പ്രവർത്തനം നടത്തിയ ആളോ കൊട്ടേഷൻ വർക്ക് ചെയ്ത ആളോ ഒന്നുമല്ല, രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനാണ്, രാഷ്ട്രീയ സംഘർഷങ്ങളിലാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ മാലമോഷണം, പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോകൽ, കൈവെട്ട്, കാലുവെട്ട് അങ്ങനത്തെ കേസുകളിലൊന്നുമല്ല. ഇപ്പം ഇവിടെ ഈ അടിയന്തര കൗൺസിൽ വേണമെങ്കിൽ രാജേഷിന് വിളിച്ചു ചേർക്കാം, ഭൂരിപക്ഷമുണ്ട്, രാജേഷിന് വിളിച്ചു ചേർക്കാം. അപ്പോൾ ഇവർ 2 പേര് ബഹിഷ്കരിച്ചാലും സുഗതൻ ആ കൗൺസിലിൽ പങ്കെടുക്കും. സുഗതൻ പങ്കെടുത്താൽ, അങ്ങനെ പങ്കെടുത്ത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കൗൺസിലിലും പങ്കെടുത്തിട്ട് സുഗതൻ തിരിച്ച് ജയിലിലേക്ക് പോയി പിന്നെ 3 മാസം സമയം കിട്ടും. ഇതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തു വരാം, കേസ് പിന്നെ നടന്നോളും. പക്ഷേ സുഗതന് ജാമ്യം നേടി പുറത്തു വരികയും പിന്നെ രാഷ്ട്രീയ പ്രവർത്തനവും കൗൺസിലർ എന്നുള്ള പദവിയൊക്കെ വഹിക്കാം. അപ്പോൾ അതിന് ഒരു വിഘാതം ഉണ്ടാകുകയാണ് ഇവിടെ. ഈ സുഗതൻ തുടർച്ചയായിട്ട് 3 കൗൺസിലിൽ പങ്കെടുക്കാതിരിക്കുന്നു എന്ന ഒരു സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുകയാണ്. അത് ഒരു വലിയ വെല്ലുവിളിയാണ്. BJP ഈ വെല്ലുവിളി എങ്ങനെ നേരിടുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പം ഈ കേസിൽ സുഗതന് അനുകൂലമായിട്ട് വിധി വന്നാൽ, സുഗതന് പ്രതികൂലമായിട്ട് വിധി വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. പ്രതികൂലമായിട്ടാണ് വിധി വരുന്നത്. അതായത്
നിങ്ങൾക്ക് ജാമ്യമില്ല, ഇവിടെ വന്ന് സത്യപ്രതിജ്ഞ, ഇവിടെ ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സംവിധാനം ഒരുക്കട്ടെ, സത്യപ്രതിജ്ഞ നടക്കട്ടെ എന്ന് കോടതി പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിന് തല ഉയർത്തിപ്പിടിക്കാം. കാരണം ഞങ്ങൾ ജനാധിപത്യവാദികളാണ്, ഞങ്ങൾ ജനാധിപത്യവാദികളാണ്, ഞങ്ങളത് അംഗീകരിച്ചു, ഞങ്ങൾ അതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി. പക്ഷേ അതിൻ്റെ കെണി എന്താണ്, അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന കെണി എന്താണ്? സുഗതന് കൗൺസിലിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ കൗൺസിലിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് സുഗതൻ അയോഗ്യനാക്കപ്പെടും. നേരെ മറിച്ച് സുഗതന് ഇടക്കാല ജാമ്യം കിട്ടി എന്നിരിക്കട്ടെ, ഒരു ദിവസത്തേക്ക് നെടുമങ്ങാട് കോടതി കൊടുത്തതുപോലെ ഒരു ജാമ്യം കിട്ടി, കാപ്പ കേസിൽ ഹൈക്കോടതി അങ്ങനെ ഒരു ജാമ്യം കൊടുത്തു എന്നിരിക്കട്ടെ. ഞാൻ പറയുന്നത് അതിനുള്ള സാധ്യത വളരെ കുറവാണ്, എങ്കിലും ജാമ്യം കൊടുത്തു എന്നിരിക്കട്ടെ. സുഗതൻ ഇവിടെ വരുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഒരു അടിയന്തര കൗൺസിൽ അതിനോടനുബന്ധിച്ച് വിളിച്ചു കൂട്ടാം, മേയർക്ക് അതിനുള്ള അധികാരമുണ്ട്. അടിയന്തര കൗൺസിൽ വിളിച്ചു കൂട്ടുന്നു, ഇവരത് എതിർക്കും, ഇവർ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷേ മേയർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. പോലീസ് പ്രൊട്ടക്ഷനിൽ സുഗതൻ അവിടെ എത്തുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് ആളിന് പഞ്ഞമുണ്ടോ? BJP കംപ്ലീറ്റ് നഗരസഭ കംപ്ലീറ്റ് BJPക്കാരെ കൊണ്ട് നിറയ്ക്കും, പ്രവർത്തകരെ കൊണ്ട് നിറയ്ക്കും. അപ്പോൾ സുഗതനെ കൊണ്ടുവരുന്നു, അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അന്ന് അടിയന്തര കൗൺസിൽ ചേരുന്നു. സുഗതൻ തിരിച്ച് അതിനുശേഷം പങ്കെടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നു. പിന്നെ 3 കൗൺസിലിനുള്ള സമയം ഉണ്ട്, 3 കൗൺസിൽ പിന്നെ നടക്കണം. അപ്പോൾ ആ 3-നുള്ള കാലയളവ് ടൈം BJPക്ക് കിട്ടുന്നു. അതിനുള്ളിൽ സുഗതനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ പുറത്തെത്തിക്കുക. ഇതാണ് അത് നടക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ഏത് സംഭവിക്കുമെന്നാണ് നമുക്കിനി അറിയേണ്ടത്. അത് നമുക്ക് ഇപ്പോൾ കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. സുഗതൻ അവിടുന്ന് ഈ പറയുന്ന പ്രോസസ്സിന്റെ അവസാന ഘട്ടം സുഗതൻ അയോഗ്യനാക്കപ്പെടുന്നു. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനാകാതെ സുഗതൻ അയോഗ്യനാക്കപ്പെടുന്നു. വാഴട്ടോണത്ത് റീ ഇലക്ഷൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ UDF എന്താണ് നേട്ടം? കോൺഗ്രസിന് 20 പേരുള്ള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി കിട്ടിയത് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇല്ല. ഒരു സീറ്റ് കൂടെ കിട്ടുന്നതല്ല, BJPയുടെ ഒരു സീറ്റ് കുറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 50 സീറ്റുള്ള BJPക്ക് 49 ആവും. പിന്നെ രാധാകൃഷ്ണൻ കൂടെ ചേരുമ്പോൾ 50 ആയി. അപ്പുറത്ത് 50 കൗൺസിലർമാർ, 29 പേര്, അപ്പുറത്ത് 49 പേര് ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി ഇലക്ഷൻ നടക്കാനുള്ള ഒരു സ്ഥലം അത് പിന്നെ ഒരു സ്വതന്ത്രനുണ്ട്. ആ സ്വതന്ത്രൻ ആരുടെയും കൂടെ ചേരാതെ നിൽക്കുകയാണ് ഇപ്പോൾ. വിഴിഞ്ഞത്തല്ല, ക്ഷമിക്കണം, ഇവിടെ നമ്മളെ പൗണ്ട് കടവ്. അപ്പോൾ പിന്നെ ഉള്ളത് ഒരു വാഴോട്ടുകോണം. ഈ വാഴോട്ടുകോണത്ത് LDFO UDFO ജയിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ 50-50 ആയി. ഒരു കൗൺസിലർ നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണ്, ആരുടെയും കൂടെ കൂടുന്നില്ല. ഇപ്പോൾ ടോസ് ഇടേണ്ടി വരും, എന്ന് വെച്ചാൽ നറുക്കെടുക്കേണ്ടി വരും. ഇത് നറുക്കെടുത്ത് BJPക്ക് ഭരണം പോയാൽ പകരം ആര് വരും? അപ്പോൾ ഇന്ത്യ മുന്നണി അവിടെ ഇത് ഇന്ത്യ മുന്നണിയാണ്. അത് അങ്ങനെ ഭരിക്കാനായിട്ട് അത് ജനത്തിന്റെ നഗരസഭയിലെ ജനത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് ഒരു ഇടത് വലത് മുന്നണി ഭരണം അത് സാധ്യമാണോ? അല്ല, അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം, നമുക്കൊന്നും നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേരളത്തിൽ LDF CPIM എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ തകർച്ച സമ്പൂർണ്ണമാകും. പിന്നെ എപ്പോഴൊക്കെ അവർ കോൺഗ്രസ്സിനൊപ്പം കൂട്ടുചേർന്ന് കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. മറിച്ച് കോൺഗ്രസ് ഇവർക്ക് പിന്തുണ കൊടുക്കുമ്പോൾ കോൺഗ്രസ്സിന് അത്രയും തിരിച്ചടി വന്നിട്ടില്ല. ഇന്ന് കനലൊരു തരിയായിട്ട് ബാക്കിയുണ്ടായിരുന്ന കേരളത്തിലും അത് കെട്ടു. ആ കെട്ട കനൽ ഇനി അണഞ്ഞുപോയ കനൽ ഇനി ഊതി പെരുപ്പിച്ച് എടുക്കാൻ, അതിനെ വീണ്ടും അതിൽ ജ്വാലയുണ്ടാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനൊരു ബുദ്ധിമുട്ടിനിടയ്ക്ക് CPM പോയി ഇങ്ങനെ LDFുമായിട്ട് കൂടിച്ചേർന്ന് ഒരു സാഹചര്യം സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ ഒന്നും അസംഭവ്യമല്ല. BJP എങ്ങനെ അധികാരത്തിൽ നിന്ന് അകറ്റണം, BJPയെ താഴെ ഇറക്കണം. കാരണം അതുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ 4.5 പതിറ്റാണ്ട് CPM നടത്തിയിരിക്കുന്ന അഴിമതി മുഴുവൻ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ ഭരണം CPM ഭയപ്പെടുന്നു. എങ്ങനെയും BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അതിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. അതുകൊണ്ടാണ് അവർ കോൺഗ്രസ്സിന് പുറത്തുനിന്ന് ഞങ്ങൾ പിന്തുണ കൊടുത്ത് ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു കൗൺസിൽ ഉണ്ടാക്കട്ടെ, അത് നറുക്കെടുപ്പിലൂടെ അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാം, നഗരഭരണം നിലച്ചു പോകരുത്, സ്തംഭിച്ചു പോകരുത്, അതുകൊണ്ട് ഞങ്ങൾ പിന്തുണച്ചതാണ് എന്ന് പറഞ്ഞു നിൽക്കാം. പക്ഷെ അതൊക്കെ അവർക്ക് രാഷ്ട്രീയമായിട്ടുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതാണ്.
ഇരിക്കട്ടെ, CPM ഉള്ള സീറ്റ് 29 സീറ്റുണ്ടല്ലോ, ആ സീറ്റ് കൂടെ അവർക്ക് നഷ്ടമാകും എന്നേ ഉള്ളൂ. അത് വരാൻ പോകുന്ന ഇലക്ഷനിൽ അത് മിക്കവാറും ഒന്നുകിൽ കോൺഗ്രസ് ജയിക്കും അല്ലെങ്കിൽ BJP ജയിക്കും. അങ്ങനെ ഒരു സാഹചര്യം അതിനകത്ത് ഭാവിയിൽ വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. സംഭവിക്കാൻ വളരെ സാധ്യതയുള്ളൊരു കാര്യം അതാണ്. ഇരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ BJPക്ക് അതിനകത്തൊരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി കാണാതിരുന്നുകൂടാ. അതിനെ BJP എങ്ങനെ നേരിടും സുഗതൻ വിഷയത്തിൽ. അപ്പോൾ വാഴോട്ട് കോണത്ത് ഒരു ഇലക്ഷൻ നടന്ന് അവിടെ BJP ആണ് ജയിച്ചു വരുന്നതെങ്കിൽ BJPക്ക് ഭയപ്പെടേണ്ട, നഗരഭരണം തിരിച്ചു പിടിക്കാം. മറിച്ച് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സോ നിലനിർത്താം. കോൺഗ്രസ്സോ LDFോ ആണ് ജയിച്ചു വരുന്നതെങ്കിൽ BJPക്ക് അത് വെല്ലുവിളിയാണ്. അത് നറുക്കെടുപ്പിലേക്ക് പോകും. അവിടെ എന്തും സംഭവിക്കാം. അത് BJPക്ക് അനുകൂലമായിട്ട് BJPക്കാണ് നറുക്ക് വീഴുന്നതെങ്കിൽ BJPക്ക് 6 മാസം ഭരിക്കാം. അത് കഴിഞ്ഞ് ഇവരെങ്ങനെയെങ്കിലും ഇത് കൊണ്ടുവരും, അവിശ്വാസം കൊണ്ടുവരും. അത് ഒരു വിഷയമായിട്ട് മാറും. അങ്ങനെ അതിൻ്റെ രാഷ്ട്രീയം അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഇതിൽ മറ്റൊരു നിർണായകമായ ഘടകമുണ്ട്. ഇപ്പോൾ മാറി നിൽക്കുന്ന പൗണ്ട് കടവ് കൗൺസിലർ, അദ്ദേഹം, എനിക്കൊന്ന് പ്രദീപ് എന്നെങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് BJPയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നഗരസഭാ ഭരണം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഇന്നത്തെ നിലയ്ക്ക് ആ കൗൺസിലർ അത് ചെയ്യുന്നത് കൗൺസിലിനും നഗരസഭാ ഭരണത്തിനും ഒക്കെ നല്ലതാണ്. നമുക്കങ്ങനെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറയാം. രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ നഗരസഭാ ഭരണം താഴെ വീഴാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് CPMന് വലിയ ഭീഷണിയാണ്. കാരണം ബാക്കി അഴിമതികൾ കൂടെ പുറത്തു വരും. ഇപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വന്നതൊക്കെ മഞ്ഞുമലയുടെ അറ്റമാണ്. വലിയ വലിയ അഴിമതികൾ പുറകെ കിടക്കുന്നു. അത് പതുക്കെ കാലം ചെല്ലുന്നതിനനുസരിച്ച് അതെല്ലാം പുറത്തു വരും. ഇതൊക്കെ ഈ ഫയലെല്ലാം നോക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കണ്ടേ, അതിന് കുറച്ച് സമയമെടുക്കും. അതൊക്കെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ അതെല്ലാം പുറത്തു കൊണ്ടുവരും. കാരണം അവർ വളരെ കൃത്യമായിട്ട് CPMനെ തകർത്ത് തരിപ്പണമാക്കി തിരുവനന്തപുരത്ത് BJPയുടെ കൊടി നാട്ടണം എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജേഷിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ബോധമുണ്ട്. രാജേഷും കൂട്ടരും, അത് രാജേഷ് എന്ന് പറയുമ്പോൾ ഒരു ടീമാണ്. രാജേഷ് ഒറ്റയ്ക്കല്ല, രാജേഷ് അതിനെ നയിക്കുന്നു. അപ്പോൾ മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അത് ഭംഗിയായിട്ട് നടപ്പാക്കും. പിന്നെ BJPക്ക് കഴിഞ്ഞ 10 കൊല്ലം 35 വീതം കൗൺസിലർമാരുണ്ടായിരുന്നു. അവർക്ക് നഗരസഭാ ഭരണം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാം. അതും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. BJP സുന്ദരമായിട്ട് ഈ 5 കൊല്ലം ഭരിക്കുകയും ചെയ്യും.